വെൽക്കം ടു സ്റ്റാർഡോസ് വേൾഡ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വെപ്പാണ്. എൻ്റെ പണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യണ ആ ഇതന്നെ അതിന് ഞാൻ പഠിച്ചതൊക്കെയും. അപ്പോൾ അമ്മ ചെയ്യണ പോലത്തെ ഒരു മീൻ വെപ്പ്. ഇതിന് ആദ്യം ഞാൻ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒരു സ്പൂൺ നമ്മൾ കടുക് ഇടണം. പൊട്ടിയറക്കിൻ്റെ കടുക് കുറച്ച് കടുക് തീ ചെറുതാക്കി വയ്ക്കുക. പിന്നെ രണ്ട് തിരി ഇതില്ല ഉലുവ ലേശം ഇട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഉള്ളി ചുവന്നുള്ളി ഒരു 8-10 ഉള്ളി. പിന്നെ ഇഞ്ചി ഇടുക. പിന്നെ വെളുത്തുള്ളി അതൊരു 10-15 അല്ലി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മുളക് ഇടുക. കുറച്ച് വേപ്പിലില്ല. അവസാനം നമുക്ക് വേപ്പില ഉപയോഗിക്കാം. അതൊന്ന് മൂത്ത് ഒരു മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് വാടുക. വാടണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അത് വാടി വരുമ്പോൾ ഈ പാത്രത്തിലല്ല ചട്ടിയിലാണ് ഉണ്ടാക്കണേ. ഇവിടുത്തെ ചട്ടി കീറ്റില്ല. അപ്പോൾ ഒക്കെ സ്റ്റീലിൻ്റെ എനിക്ക് പോകും. മീൻ ചട്ടി സ്റ്റീലിൻ്റെ കിട്ടല്ലോ, അതിലാണ് ഉണ്ടാക്കണം. ചട്ടിയിൽ ചെയ്യാൻ വെച്ചാൽ ശ്രേഷ്ഠമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇതൊന്ന് വാടി വരും. ഇതിപ്പോൾ നാടൻ വെപ്പാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന രീതി ഇത് ഹോട്ടലത്തെയും അവിടുത്തെ പോലെയല്ല. നാടൻ വീട്ടോർമ്മക്കൊണ്ട് നാടൻ രീതി വീട്ടിൽ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതൊന്ന് വാടിയിട്ട് ഞാൻ വരട്ടെ. ഇപ്പോൾ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമ്മളിത് പൊടികൾ, ഇത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി സാധാ മുളക് പൊടി കേട്ടോ. ഈ കാശ്മീരി ചില്ലി അല്ല, ഇതിന് എരിവുള്ളത്. മഞ്ഞപ്പൊടി. പിന്നെ ഇത് റോക്ക് സോൾട്ട്. ഇത് മറ്റേ ഇതല്ല, റോക്ക് സോൾട്ട്. അതാണ് ഇപ്പം നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഈ പൊടികളിട്ടിട്ട് ഒന്ന് മൂത്ത് വരും. പൊടി മൂത്ത് പൊടി ഒന്ന് ഇത് പൊടി വരുമ്പോഴേ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ചൂടാക്കിയിട്ട് ഇടുമ്പോൾ നല്ല കോൾഡാണ്. ഞാൻ ഇത്തിരി മോനെ എണ്ണ ഒഴിക്കുക. നല്ല കോൾഡിൻ്റെ ഉള്ളുണ്ടാക്കണേ. ഇതേതൊന്ന് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ പുളി ഒരു നെല്ലിക്ക, വലിയ നെല്ലിക്ക ഉണ്ടല്ലോ, ആ വലുപ്പത്തിലുള്ള പുളിയിട്ടാണ് അത് ഇതിലേക്ക് ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചു. പുളിക്കൊരു വേവുണ്ട് കേട്ടോ. അതൊന്ന്
ലേശമൂന്ന് പുളിവെള്ളം ഒഴിക്കും. അത് ആ പുളി തന്നെ ഇത് ചെയ്ത് പിഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആദ്യത്തെ വെള്ളം ഒഴിച്ചു. ഇത്തിരി കൂടി നമുക്ക് പുളി ഇത് വേണം, എന്ത് ചാറ് ഗ്രേവി ഒരു ഇത്തിരി പ്രാധാന്യം. അപ്പോൾ അത് ഗ്രേവി ഇഷ്ടമായതുകൊണ്ടാണ്. അവർക്കൊരു ഗ്രേവി വേണ്ടെന്ന് വെച്ചാൽ അത്രയും കുറയ്ക്കാട്ട. അവർക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇത്തിരി ഗ്രേവി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. പുളിക്കൊരു വേവുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു 2 കുട, ഞാൻ കീറിയ കാരണമാണ് ഈ കുടപ്പുളി ഇങ്ങനെ ഇത്രയും പീസസ് ആയത് കേട്ടോ. ഒരു 2 ഇങ്ങനത്തെ നമ്മുടെ കുടപ്പുളി ഉണ്ടല്ലോ, ആ 2 എണ്ണത്തിനെ കീറിയിട്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. കുടപ്പുളി ഇരുപ്പുളി വാഴുക എന്നൊക്കെ പറയും ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ. പക്ഷെ ഇങ്ങനെ ചെയ്യണതാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ച് വരണം. ഞാൻ തീയൊന്ന് ഫ്ലെയിമൊന്ന് ഇതാക്കി ഹൈലാക്കി ഇനിയൊരു ഇതൊന്ന് തിളച്ച് വരണം. 2 മിനിറ്റ് ചീമിക്കുന്നത് തിളയ്ക്കും. ഞാനിപ്പോൾ അതേ നമ്മൾ വെച്ച പുളി ഒന്ന് തിളച്ച് വന്നു. അതിൻ്റെ ഒരു വേവുണ്ടല്ലോ, അത് ഉപ്പിട്ടു, എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇവിടെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ ചാള, ഇത് 1/2 കിലോന് മേടിച്ച ചാളയുടെ ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നല്ല ഒരു ഫ്രഷ് ചാള 1/2 കിലോ കിട്ടിയതിൻ്റെ. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ നന്നാക്കി വെച്ച മീനാണ് കിട്ടുക. അതിൽ വെളൂരി, ഒരു അയില, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കിട്ടിയപ്പോൾ. ഇവിടെ ഈ ചാളയ്ക്ക് വലിയ ഡിമാൻഡൊന്നും ഇല്ല ഇവിടെ, പക്ഷെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് നല്ല മെഡിസിനലും പിള്ളേർക്കൊക്കെ നല്ല സാധനം ചാളയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഇരുമ്പാമ്പുളി, നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഉപയോഗിക്കണേ. കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇരുമ്പാമ്പുളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇല്ല. ഇരുമ്പാമ്പുളി കിട്ടിയതും കുറച്ച് വേപ്പില ബാക്കിയുണ്ടായിരുന്നു. അത് ഇരുമ്പാമ്പുളി ചെറുത് കേട്ടോ, ചെറിയ ഇരുമ്പാമ്പുളി, വലിയ മൂത്തൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സോസസ് നമ്മൾ യൂസ് ചെയ്യുക. എപ്പോഴും ഇരുമ്പാമ്പുളി അതൊക്കെ പൊട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ ഇരുമ്പാമ്പുളി ഉണ്ടാവുമ്പോൾ കുറേ ഉണ്ടാവും, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത് നമുക്ക് കിട്ടണ സോസസ് നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് കേട്ടോ. പ്യുവർ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്. ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ട് അപ്പോൾ നമ്മളെല്ലാം ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ അത് വേവിച്ചു, മൂടി വെച്ച് അതൊക്കെ ഒരുവിധം വേവും ഇതൊക്കെ ആയി കണ്ടോ. തിളക്കുന്നുണ്ട്. ഇളക്കി നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേപ്പില, അതിൻ്റെ സ്മെല്ല് ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ ഞാൻ മതിയിട്ടാണ്, തുണ്ട് മതിയിട്ടാണ്. അതിൻ്റെ കൂടുതൽ ഇത് വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇനി ഓഫ് ചെയ്യണം. ഇത്രയും വേവൊക്കെ ഇത് മതി. ഇതിപ്പോൾ അതിൻ്റെ അവിടെ കിടന്ന് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും, പച്ച മണം വരും. സൂപ്പറായിട്ടുള്ള മീൻകറി ഉണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക്
ചെയ്യണത് നാടൻ വെപ്പ് കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. 5 മിനിറ്റ് നമ്മളിവിടെ വെച്ച് എല്ലാവരും നല്ല ടേസ്റ്റിയുള്ള മീൻ കറിയാണ്. ഇനി നമുക്ക് ചോറിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ ചൂടോടെ നമ്മൾ അതിൻ്റെ ഗ്രേവിയാണ് അതിൻ്റെ സൂപ്പർ ഹൈലൈറ്റ്. ചൂടോടെ കഴിക്കുക. ഗ്രേവിയൊക്കെ ഉണ്ട്, നല്ല ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതിപ്പോൾ സാധാ മീൻ കറി ചാളകൾക്ക്. ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്താണ് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ എന്താണ് ഇഷ്ടമില്ലാണ്ട് അയോണെ, അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്തോളോ, അഭിപ്രായം എഴുതിക്കോളോ. എന്തായാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ഈ കറി വെച്ച് നോക്കുക. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.